ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. ശബരിമലയിൽ 2 യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്ന് കേരളത്തെ ഒരക്രമി സംഘം കലാപഭൂമിയാക്കിയിരിക്കുകയാണ്. യുവതികൾ മല ചവിട്ടിയത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയെ തുടർന്നാണ്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഇതിൻ്റെ പേരിൽ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുന്നത്. ശബരിമലയിൽ 2 യുവതികൾ ആരാധന നടത്തിയതിനെ തുടർന്ന് കേരളം കണ്ട കാഴ്ചയാണിത്. നാടെങ്ങും പരിവാർ സംഘടനകൾ നടത്തിയ ആക്രമണത്തിൽ 2 ദിവസം കേരളത്തിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. ശബരിമല അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കാൻ അയ്യപ്പ സംരക്ഷകർ കണ്ട വഴിയാണിത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനത്തിനുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. കോൺഗ്രസും BJPയും വളരെ പ്രത്യക്ഷമായിട്ടുള്ള രൂപത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അക്രമ സമരമാക്കി ഈ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല കേസിൻ്റെ വിധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 3 മാസക്കാലത്തെ അനുഭവം കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതി വിധി നടപ്പിലായില്ലെങ്കിലും നടപ്പിലായാലും പ്രതിഷേധങ്ങൾക്ക് യുക്തിയില്ല. കാരണം ഇവിടെ നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ടൊരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഈ രാജ്യത്തെ പരമോന്നത കോടതി വിധി നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഈ രാജ്യം ഭരിക്കാനുള്ള അവകാശമുണ്ടോ? നിയമപരമായും രാഷ്ട്രീയമായും അവർക്ക് ഭരണഘടനാപരമായും അവർക്ക് ഈ രാജ്യം ഭരിക്കാൻ തന്നെ അവകാശമില്ല. അപ്പൊ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധിയാണ് രാജ്യത്തിന്റെ നിയമം. ജനുവരി 2-ന് നേരം പുലർന്നത് 2 യുവതികൾ ശബരിമല ദർശനം നടത്തിയതിന്റെ വാർത്തയുമായാണ്. രാവിലെ 11:30 വരെ കേരളത്തിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ ആഹ്വാനത്തോടെ ചിത്രം മാറി. ശ്രീധരൻപിള്ളയുടെ അനുയായികൾ തെരുവുകളിൽ അഴിഞ്ഞാടുന്നതാണ് പിന്നീട് കണ്ടത്. ദുഷ്ചെയ്തി കൊണ്ട്, ഈ ക്രൂരമായ സമീപനം കൊണ്ട് ഓരോ അയ്യപ്പ ഭക്തൻ്റെയും നെഞ്ചിലാണ് മുറിവേറ്റിട്ടുള്ളത്. ഈ മുറിവുണങ്ങുന്നതല്ല ജനാധിപത്യപരമായ, നിയമപരമായ, സമാധാനപരമായ മാർഗത്തിലൂടെ ഈ ജനവിരുദ്ധ ഭരണകൂടത്തിനെതിരെ, ഈ നിരീശ്വരവാദികളുടെ തേർവാഴ്ചയ്ക്കെതിരെ ഓരോ വിശ്വാസികളും മുന്നോട്ട് വരണം, ശക്തമായി പ്രതിഷേധിക്കണമെന്ന്, ആ പ്രതിഷേധം സമാധാനപരമായിരിക്കണമെന്ന് BJP ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോൾ കേവലം പ്രതിഷേധമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിഭീകരമായ വലിയ അക്രമങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതൊരു അക്രമം ഇവിടെ നടക്കുവാൻ കാരണം കഴിഞ്ഞ 2.5-3 മാസത്തോളമായി കേരളത്തിലെ സംഘപരിവാർ ശക്തികൾ, BJP, കോൺഗ്രസ് അടക്കമുള്ള ശക്തികൾ ഈ കോടതി വിധി നടപ്പിലാക്കുന്നതിനെതിരെ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരം അതിക്രമങ്ങളിലേക്ക് ഇവർ മാറിയത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നൊരു നിരാശയിൽ നിന്നാണ് ഈ അക്രമത്തിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. സുപ്രീം കോടതി വിധി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പാർട്ടി കലാപം നടത്തിയാൽ അതിനർത്ഥം അവർ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്നാണ്. അതിനാൽ തന്നെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4ാം തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങളെ അവർ ശത്രുപക്ഷത്ത് നിർത്തും. കേരളമെമ്പാടും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ ഇതിൻ്റെ സൂചനയാണ്. തുടർന്നങ്ങോട്ട് നടമാടിയ അക്രമം ഈ പരിപാടി തയ്യാറാക്കുമ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തുടനീളം മാധ്യമപ്രവർത്തകരെ ഈ സംഘം വേട്ടയാടി. ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിൽ ഇവർക്കുള്ള താൽപ്പര്യം വീണ്ടും വ്യക്തമാക്കപ്പെട്ടു. നമ്മുടെ സ്റ്റാച്യു മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ കുറേ ഫ്ലെക്സ് ബോർഡുകൾ ഇരിപ്പുണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ബോർഡ് അവർ 8 പേര് ചേർന്ന് ഓടി വന്ന് അത് അടിച്ച് പൊട്ടിക്കുന്നു. ആ സമയത്ത് ഞാൻ ഫുൾ അത് റെക്കോർഡ് ചെയ്ത് വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് എടുക്കുന്ന സമയത്ത് ഒരു 6-7 പേര് എൻ്റെ പിന്നാലെ വന്നിട്ട് ഈ വിഷ്വൽ നിൻ്റെ അടുത്ത് എടുക്കരുത് നല്ലടി പറഞ്ഞത്, നീ ഏതിൻ്റെ അടി, ഇത് ഏതെങ്കിലും TV-യിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ ക്യാമറ പൊട്ടിക്കും, നിന്നെ കൊന്നു കളയും എന്നുള്ള മട്ടിലൊക്കെ ഭയങ്കര ഇങ്ങനെയൊന്നുമല്ല, വളരെ മോശമായിട്ട് അവരുടെ ഒരു നിലവാരത്തിലുള്ള കുറേ വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് അവർ പറഞ്ഞത്. ഈ തരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ, അസഭ്യമൊക്കെ ആയിട്ട്. എൻ്റെ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞ് ഞാൻ മൊബൈലിൽ വിഷ്വൽ എടുക്കുമായിരുന്നു.
അപ്പോൾ വിഷലെടുക്കുമ്പോൾ അവർ മൊബൈൽ ഫോണ് തിരിച്ചു മേടിക്കുമായിരുന്നു. കുറേ ആളുകൾ ചേർന്ന് തിരിച്ചു മേടിച്ച് അവർ കുറേ അസഭ്യം പറയുമായിരുന്നു. തിരിച്ചവർ ഇതിലേക്ക് മാർച്ചിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തിരിച്ചു തന്നില്ല. പക്ഷേ ഞാൻ അവരുടെ പിന്നാലെ ചെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ പിന്നാലെ ചെന്നാണ് എനിക്ക് ആ ഒരു ഫോൺ തിരിച്ചു കിട്ടിയത്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു, തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ടു പോരുമായിരുന്നു ചെയ്തത്. എൻ്റെ ചാനലിൻ്റെ ലോഗോ അഴിച്ചു വെച്ച് ഞാൻ വേറൊരു വഴിയിലൂടെ, എനിക്ക് റിപ്പോർട്ടിംഗ് നിർത്തിവെച്ച് വേറൊരു വഴിയിലൂടെ തിരിച്ച് ഓഫീസിലേക്ക് വരേണ്ടി വന്നു. അന്ന് അവിടെ പോലീസിനെ ആക്രമിക്കുക എന്നതിലുപരി, പോലീസിനെ തെറിവിളിക്കുക എന്നതിലുപരി മാധ്യമപ്രവർത്തകരെ ശക്തമായ ഭാഷയോടുകൂടി, രൂക്ഷമായ ഭാഷയോടുകൂടി തെറിവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്യാമറമാരുടെ കൈകാലുകൾ വെട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ പള്ളികൾ തകർക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ സംഘപരിവാർ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആക്രമിക്കാനായിട്ട് ഓടി വരികയും ഞാനങ്ങനെ ഓടി മാറി 100 മീറ്ററോളം ഓടി. ഇവർ പിറക്കെ ഓടി വരികയും ഞാൻ ഓടിപ്പോകുന്നതിലേക്ക് എന്നെ എൻ്റെ ബാക്കിൽ ചവിട്ടി എന്നെ മറിച്ചിടുകയും ഞാൻ ക്യാമറയായിട്ട് മറിഞ്ഞ് വീണ് അവിടെ ഇട്ട് തന്നെ അവർ ഭീകരമായിട്ട് മർദ്ദിക്കുകയും ക്യാമറയിൽ ചവിട്ടി പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടെ ശുദ്ധികലശം നടത്തിയ നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ദർശനം നടത്തിയ യുവതികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ, സ്ത്രീ എന്നുള്ള നിലയിൽ ദളിത് എന്നുള്ള വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ശുദ്ധികലശം നടത്തുന്നുണ്ടായി. അതേസമയം പിന്നീട് ഒരാൾ കയറി, ശ്രീലങ്കൻ യുവതി കയറി, അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ആർട്ടിക്കിൾ 17 വയലേഷനാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഞാൻ നിയമപരമായി തന്നെ നേരിടും. ഞങ്ങൾ എടുത്തു ചാടി എന്നുള്ളൊരു അഭിപ്രായക്കാർ വളരെ അധികമുണ്ട്. പക്ഷെ ഇതിൽ എടുത്തു ചാടി എന്നും പറയാനില്ല. കാരണം സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഒരുപാട് വനിതകൾ ഇതിനു വേണ്ടി ശ്രമിച്ചു. അതിന്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങളുടെ ശ്രമം വിജയിച്ചു, അത്രമാത്രമേ ഉള്ളൂ. ആചാരങ്ങളുടെയും വിശ്വാസത്തിന്റെയും പേരിൽ സ്ത്രീകളെ പുറത്തു നിർത്തുന്ന, പടിക്ക് പുറത്തു നിർത്തുന്ന, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ആളുകളെ പുറത്തു നിർത്തുന്ന, മനുഷ്യരെ പുറത്തു നിർത്തുന്ന സമ്പ്രദായങ്ങൾക്ക് ഭരണഘടനാ ജനാധിപത്യത്തിൽ നിലനിൽപ്പില്ല. ഭരണഘടനാ തത്വങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും അടിപ്പെട്ടുകൊണ്ട് മാത്രമേ നമ്മുടെ നാട്ടിൽ പൗരന്മാർക്ക് വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തുല്യത, നിയമത്തിന് മുമ്പിലെ തുല്യത, ലിംഗസമത്വം, ഇത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. നവോത്ഥാന മൂല്യസംരക്ഷണ സമിതി ലക്ഷക്കണക്കിന് സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സൃഷ്ടിച്ച വനിതാമതിൽ ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഈ സംഘാടക സമിതിയുടെ ഘടന സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും കേരളത്തിലെ സ്ത്രീകൾ നാമജപക്കാർ മാത്രമല്ല എന്ന് ഈ മതിൽ തെളിയിച്ചു. തുടർന്നങ്ങോട്ട് അരങ്ങേറിയ അക്രമ പരമ്പര സ്ത്രീ മുന്നേറ്റങ്ങളെ വെച്ചുപൊറിപ്പിക്കില്ല എന്നതിൻ്റെയും സൂചനയാണ്. നവോത്ഥാന മൂല്യ സംരക്ഷണത്തിനായി വനിതാ മതിൽ തീർത്തതിൻ്റെ പിറ്റേന്നു മുതലാണ് അതിനെ എതിർത്തവർ കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. മതിലിലെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ തന്നെ കേരളം കണ്ട സ്ത്രീ മുന്നേറ്റങ്ങളിലൊന്നായി അത് മാറി. ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ ഇത്തരത്തിലൊരു മുന്നേറ്റത്തെ നുള്ളിക്കളയാനുള്ള ശ്രമമായും വ്യാഖ്യാനിക്കാവുന്നതാണ്. സ്ത്രീകൾ ശബരിമലയിൽ കയറി അശുദ്ധമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങൾ, തന്ത്രി നടയടക്കുന്നു, അവിടെ പുണ്യാഹം തളിക്കുന്നു. വളരെ ഈ കേരളീയ സാംസ്കാരിക പ്രബുദ്ധമായിട്ടുള്ള ഈ കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിലപാടിലേക്ക് തന്ത്രി പോയി. ആ തന്ത്രി കൂടെ ഉൾപ്പെട്ടിട്ടുള്ള കേസാണ് ശബരിമല കേസ്. അദ്ദേഹം ഒരു കക്ഷിയായിട്ട് പിന്നെ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആ കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് തികച്ചും വ്യക്തമായിട്ടുള്ള കോടതി അലക്ഷ്യമാണ്. അദ്ദേഹത്തിനെതിരായിട്ട് കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ നീതി പുലരണമെങ്കിൽ ഈ ബ്രാഹ്മണ്യ പൂജയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന തന്ത്രസമുച്ചയം അടക്കമുള്ള പുസ്തകങ്ങൾ മനുഷ്യവംശത്തിന് യാതൊരു ഗുണവുമില്ലാത്ത കാര്യമാണെന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിന് കഴിയേണ്ടതുണ്ട്. ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് കൊടുക്കുന്ന തുല്യനീതിയെ റദ്ദ് ചെയ്യുന്ന ഒരു ആചാരമാണത്. അതുകൊണ്ട് അത് നിർത്തലാക്കി സ്ത്രീകളവിടെ പ്രവേശിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. തർക്കം ഭരണഘടനയും ഈ പറഞ്ഞ ആചാരവും തമ്മിലാണ്. ആചാര സംരക്ഷകരായ തന്ത്രിയാണോ വലുത്, അതോ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ഭരണഘടനയാണോ എന്ന തർക്കമാണോ? ഇവിടെ ജനാധിപത്യ സമൂഹം ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥമാണെന്നാണ് ഞാൻ അസന്നിഗ്ധമായി ഇത് തുടങ്ങുന്ന കാലം മുതലേ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിമലയിൽ പൗരോഹിത്യം ഭരണഘടനയെ വെല്ലുവിളിച്ചിരിക്കുന്നു, സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ഇവിടുത്തെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. സുപ്രീം കോടതി വിധി പ്രകാരം കിട്ടിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരം, അവകാശമാണ്
സ്ത്രീകൾ വിനിയോഗിച്ചിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള എന്ത് നടപടിയും, ശുദ്ധികലശം പോലുള്ള കാര്യങ്ങൾ, നടയടക്കൽ പോലുള്ള കാര്യങ്ങൾ തെറ്റും നിയമവിരുദ്ധവും മാത്രമല്ല, അവ തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. കേവലം ഒരു വ്യക്തിതലത്തിലുള്ള കോടതി ലക്ഷ്യ പ്രവർത്തനം എന്നതിലുപരി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള യാഥാസ്ഥിതികരുടെ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനമാണത്. ഗവൺമെന്റും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല, പൊതുസമൂഹം തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾക്കെതിരെ മുമ്പോട്ട് വരേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ കേരളം പോലുള്ളൊരു സമൂഹത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചുപിടിക്കുവാനും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി പ്രയത്നിക്കുവാനും സാധിക്കുകയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിന്റെ തെരുവുകളിൽ നടമാടിയ അക്രമ പേക്കൂത്തുകൾക്ക് വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല. ഇതൊന്നും ഒരു വിശ്വാസിയെയും സംരക്ഷിക്കാനുമല്ല. കേരളത്തെ പിന്നോട്ട് നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. എന്നെ അവിടെ പറയുമ്പോൾ അൽ വിഷ്ണു എന്നാണ്. ഇപ്പം ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമോ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിട്ടില്ല എന്നതാണ് ഇതിലേറ്റവും അപകടം പിടിച്ച സംഗതി. സംഘപരിവാർ എന്ന രാഷ്ട്രീയ ഉപകരണം കേരളത്തിൻ്റെ സമാധാന ജീവിതം തകർക്കുമ്പോൾ അതിൻ്റെ വാർത്താ ചാനൽ കേരള സമൂഹത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവിധ മാധ്യമ മര്യാദകളെയും കാറ്റിൽ പറത്തി അവർ സൃഷ്ടിച്ചെടുത്ത ഒരു തീവ്രവാദ കഥയുടെ യഥാർത്ഥ വസ്തുതകളാണ് ഇനി. സമൂഹം അംഗീകരിച്ച ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒന്നാണ് മാധ്യമപ്രവർത്തനം. സ്വന്തം സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയുമാണ് അത്. ധാർമ്മികത, നിലപാടുകളുടെ ഇരുപുറങ്ങളും പ്രേക്ഷകർക്ക് നൽകൽ, സത്യസന്ധത, ഇതൊക്കെ പരക്കെ അംഗീകരിക്കപ്പെട്ട മാധ്യമപ്രവർത്തന മൂല്യങ്ങളാണ്. ഏതെങ്കിലും ഒരാശയത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ പ്രചാരണത്തിനായുള്ള മാധ്യമങ്ങൾ പോലും ഈ മൂല്യങ്ങൾ ഏറിയും കുറഞ്ഞും കാത്തുസൂക്ഷിക്കുന്നു. വർക്കല CH മുഹമ്മദ് കോയ മെമ്മോറിയൽ കോളേജിൽ ഭീകര സംഘടനകളുടെ പതാക ഉയർത്തി വിദ്യാർത്ഥികളുടെ പ്രകടനം. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി കോളേജ് മാനേജ്മെന്റും. കേരളത്തിലെ ഒരുപറ്റം മുസ്ലിം യുവാക്കളിലേക്കും ഭീകരത പടർന്നു പിടിക്കുന്നു. ജനം ബിഗ് ബ്രേക്ക്. കഴിഞ്ഞ ദിവസം ജനം TV ഒരു കോളേജിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്ന് നൽകിയ വാർത്ത എല്ലാത്തരം മാധ്യമ മര്യാദകളുടെയും നഗ്നമായ ലംഘനമായിരുന്നു. ഏത് അസത്യവും, അതായത് സത്യത്തിൻ്റെ ഒരംശം പോലുമില്ലാത്ത ഒരു വാർത്തയെ അഥവാ ഒരു വ്യാജ വാർത്തയെ നിർമ്മിച്ചുണ്ടാക്കി അതിനെ ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്ന ഒരു ശൈലി ശബരിമല സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഒന്ന് രണ്ട് മാധ്യമങ്ങൾ അത് മാത്രമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ മുന്നോട്ട് പോക്ക് ഒരു പക്ഷേ അവർക്ക് അവരുടെ റേറ്റിങ്ങും അവരുടെ സർക്കുലേഷനും ഒക്കെ കൂട്ടുന്നതിന് അവരെ സഹായിക്കുമായിരിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, അങ്ങനൊരു പ്രവണതയെ തടയുന്നതിന്, പ്രതിരോധിക്കുന്നതിന് ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ ഒരു കൃത്യമായൊരു ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇത് പലതരത്തിലാണ് വരുന്നത്. ചിലർ ശരിക്കും കൃത്യമായൊരു വിദ്വേഷത്തിൻ്റെ പുറത്ത് വരും, വേറെ ചിലർ വരുന്ന അത്ര വിദ്വേഷമൊന്നും ഉണ്ടായിരിക്കും. ഇതിലൊരു പൊതുബോധം ഇങ്ങനൊരു നിർമ്മിച്ചത് കൊണ്ട് അത് ശരിയായിരിക്കുമെന്ന് ധരിച്ച് വരുന്നത്. ഇപ്പോൾ ഈ പൊതുബോധം ഇങ്ങനൊരു പൊതുബോധം നിൽക്കുന്നതുകൊണ്ട് ഈ വാർത്തകൾ പെട്ടെന്ന് വിറ്റുപോകും. അപ്പോൾ ഈ ജനം TV പോലുള്ളൊരു ചാനൽ ഈ വാർത്ത അറ്റംപ്റ്റ് ചെയ്യുന്നത് അത് പലപ്പോഴും അവർക്ക് തന്നെ ശരിയല്ല എന്ന് തോന്നിയാൽ പോലും അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇത് ഇവർ പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ്. കോളേജ് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ മാസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ച ചടങ്ങാണ് അൽ-ഖ്വായിദ പ്രകടനമായി ചാനൽ സമൂഹത്തെ അറിയിച്ചത്. കേരളത്തിൻ്റെ പ്രിയ നടൻ സലിം കുമാറിനെയും ചാനലിൻ്റെ കള്ളപ്രചാരണത്തിൽ ഇവർ ഇരയാക്കി. 2018 മാർച്ച് 14 വർക്കല ചാവർക്കോട് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ കോളേജിൻ്റെ വാർഷികാഘോഷമായിരുന്നു. അന്നത്തെ പരിപാടിയുടെ പ്രധാന അതിഥി സിനിമാ നടൻ സലിം കുമാറും. സലിം കുമാറിനെ സ്വീകരിക്കാനായി വിദ്യാർത്ഥികൾ ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷ പ്രകടനമായി എത്തി.
ഈ പ്രകടന ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര ഭീകര സംഘടന അൽ-ഖ്വയ്ദ അനുകൂല പ്രകടനമായി ചിത്രീകരിച്ചത്. 2018 മാർച്ച് 14 നമ്മൾക്ക് ഈ പ്രോഗ്രാം നടക്കുന്നത്. ട്രിവിസ്റ്റ 2K18 എന്നായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്. അന്നത്തെ ഗസ്റ്റ് സലീമേട്ടനായിരുന്നു. അപ്പം നമ്മൾ തേർഡ് ഇയർ എല്ലാവരും കൂടെ ഒരേ ഡ്രസ്സ് ഇടാമെന്ന്, ഒരേ ഡ്രസ് കോഡ് ഇടാമെന്ന് നമ്മൾ ഇതുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കളർ ഒരുപാട് വന്നായിരുന്നു. അതിലിപ്പം പച്ചയോ ചുവപ്പോ ഇടുകയാണെങ്കിൽ പല ടൈപ്പ് ഷെയ്ഡുകൾ വരുന്നത് കൊണ്ട്, ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇടാമെന്നുള്ളത് കൊണ്ട് ബ്ലാക്ക് നമ്മൾ കളർ ഫിക്സ് ചെയ്തു. പിന്നെ ഡ്രസ്സിൻ്റെ ഇത് വന്നപ്പം ഒരുപാട് സജഷൻ വന്നു. അതിൽ വന്നത് പഞ്ചാബി ഡ്രസ്സ്, പട്ടാണി, അതായത് നമ്മളെ ടിയാനിലെ പൃഥ്വിരാജ് ഇടുന്ന ഒരു കോസ്റ്റ്യൂമുണ്ട്. അതാണ് നമ്മൾ അവസാനം വന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ അത് നമുക്ക് അടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ആ ബ്ലാക്ക് കളർ അത് ഫിക്സ് ചെയ്തു, നമ്മളത് ഇട്ടു. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. എന്നെ അവിടെ പറയുമ്പോൾ അൽ വിഷ്ണു എന്നാണ് ഇപ്പം ഈ ഒരു കേസ് കാരണം. അങ്ങനെ അങ്ങനെ പലരും പുറത്തോട്ടിറങ്ങുമ്പോൾ അങ്ങനെയൊക്കെയാണ് പേര്. അന്ന് കൊടി കണ്ട ഈ സിമ്പിൾ റോഡിൽ നോക്കിയാൽ മതി. ഈ സിമ്പിളൊക്കെയാണ് അന്ന് കൂടുതൽ യൂസ് ചെയ്തിരുന്ന സിമ്പിൾസ്. ഇത് വെറും എന്താണ്, അവർക്ക് വേണ്ടി എന്തോ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഇത് പലരും കേട്ട് എന്തോ ഇല്ല ചിലർ ചോദിക്കുന്ന, പലരും നാഷണൽ ലെവലിൽ പലരും വലിയ BJP വലിയ നേതാക്കന്മാരൊക്കെ ഇതിനെ എടുത്ത് പോസ്റ്റാക്കി ഇട്ടേക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാം. നമുക്ക് സംബന്ധിച്ച് നമുക്കിത് ചിരിയാണ്. ഇങ്ങനൊരു തീവ്രവാദം എന്നൊരു സംഭവം ഇപ്പം നമ്മുടെ മേലിൽ പതിഞ്ഞേക്കുവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. മുദ്രാവാക്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സരിൻകുമാറേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ എന്താണ് ആവേശപരമായിട്ടാണ് എല്ലാം ചെയ്തത്. അല്ലാതെ അവർ പറയുന്ന ഒരു തീവ്രവാദമോ അൽ-ഖ്വയ്ദ, അവർ പറഞ്ഞു അൽ-ഖ്വയ്ദ എന്നുള്ള പേരിട്ടോന്ന് പറഞ്ഞു. അൽ-ഖ്വയ്ദ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു BC ഉണ്ട്, TTM, അങ്ങനെ ചുരുക്കപ്പേരാണ് ഇവിടെ എല്ലാം വിളിക്കുന്നത്. അപ്പോൾ ഈ അൽ-ഖ്വയ്ദ AQ എന്ന് പറയുന്നത്, അൽ-ഖ്വയ്ദ എന്ന് പറയുന്നത് വേറൊരു കോളേജിൽ അങ്ങനെ ഒരു പേരിട്ടു. ആ ഒരു പേര് കേട്ടിട്ടാണ് ഞങ്ങളും ഇവിടെ ഇട്ടത്. അല്ലാതെ തീവ്രവാദത്തിൻ്റെ പേരിലോ അങ്ങനെയൊന്നും അല്ല. സലീം കുമാർ ആ വിദ്യാർത്ഥികൾക്കിടയിലൂടെ വരുന്നതും സലീം കുമാറിന്റെ ചിത്രങ്ങളും ഫ്ലെക്സും വെച്ചിരുന്ന ദൃശ്യങ്ങളും ഒഴിവാക്കിയാണ് വ്യാജ പ്രചരണം നടന്നത്. അൽ-ഖ്വയ്ദ പോവട്ടെ, ഏതെങ്കിലും സംഘടനകൾക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം പോലും ഉണ്ടായില്ലെന്ന് അന്ന് ആഘോഷത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും പരിപാടി നോക്കി നിന്ന സമീപ കോളേജിലെ വിദ്യാർത്ഥികളും പറയുന്നു. ഞാൻ എന്താ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മുദ്രാവാക്യമൊന്നുമില്ല. ഇവർ അവിടെ നിന്ന് എല്ലാണ്ട് വരുന്നു. സത്യത്തിൽ അന്ന് വണ്ടികളുടെ എണ്ണം കുറവായിരുന്നു ഇവരെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഇങ്ങനെ നല്ല വണ്ടികളാണ് വരെ സാധനം വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ബാൻഡ് മേളം, നല്ല അടിപൊളി ബാൻഡ് മേളം ഉണ്ടായിരുന്നു. അത് മാത്രമേ പുറത്ത് കേൾക്കത്തുള്ളായിരുന്നു. ഈ മുദ്രാവാക്യം ഒരു വിളി പോലും കേട്ടിട്ടില്ല. ഒരു മുദ്രാവാക്യം പോലും ഞാൻ കേട്ടിട്ടില്ല. കോളേജ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വിദ്യാർത്ഥി കൂട്ടം അൽ-ഖ്വയ്ദ എന്നെഴുതുകയും ബിൻ ലാദന്റെ കാരിക്കേച്ചർ വരയ്ക്കുകയും ചെയ്തതും പ്രചരണത്തിന് ആക്കം കൂട്ടാൻ ഉപയോഗിച്ചു. നെഗറ്റീവ് പേരുകൾ ഗ്രൂപ്പുകൾക്കിടുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ രീതിയാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോഴും അത്തരം പേരുള്ള ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. ബിൻ ലാദന്റെ ചിത്രം വെച്ച ഫ്ലെക്സിന്റെ 2 വശത്തും സലീം കുമാറിന്റെ ചിത്രമായിരുന്നു. 20 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പ്രചരണം വരുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം പോലും ഇല്ലാത്ത ഈ കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മകൾ മാത്രമാണ് ഉള്ളത്. സ്ഥാപനത്തിനെതിരായ ഗൂഢാലോചന പ്രചരണത്തിന് പിന്നിലുണ്ടോ എന്ന സംശയമാണ് കോളേജ് പ്രിൻസിപ്പൽ ഉന്നയിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനം ഇന്ന് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുകയാണ്. 1200 കുട്ടികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഡിഗ്രി തലത്തിലുള്ള അഡ്മിഷൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വിദ്യാർത്ഥികൾ മറ്റ് സ്ഥാപനങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നന്നായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം പലരുടെയും കണ്ണിലെ കരടാണ്. ഈ സ്ഥാപനത്തെ തകർക്കേണ്ട ഒരു ഗൂഢാലോചനയുടെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുകയാണ്. വ്യാജ പ്രചരണത്തെ നിയമപരമായി തന്നെ നേരിടാനാണ് കോളേജ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഇതൊരു മുസ്ലിം സ്ഥാപനമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ആ ഒരു ദുരുദ്ദേശത്തോടുകൂടി മാത്രമാണ് ഇങ്ങനെ ഒരു ആക്രമണം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ ചാർത്തിയിട്ടുള്ളത്. അത് ഇവിടുത്തെ ഈ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ഇതിനോടൊപ്പം തന്നെ നമ്മളും ലീഗലായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. സമൂഹത്തിൽ വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ വാർത്ത എന്നതിൽ ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. വാർത്തയെക്കുറിച്ച് പരക്കെ വിമർശനമുണ്ടായിട്ടും തെറ്റ് സമ്മതിക്കാൻ ചാനൽ തയ്യാറാകാത്തത് ഇക്കാര്യം ഉറപ്പിക്കുന്നു. ഒരു മീഡിയയ്ക്ക് അല്ലെങ്കിൽ ഒരു മീഡിയ ഗ്രൂപ്പിന് അവർക്ക് അവരുടെ കൊമേഴ്സ്യലായിട്ടുള്ള ഒരു വിജയം എന്നതിലുപരി ഇവിടെ സംഭവിക്കുന്നത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുകയും ജനങ്ങളിൽ അങ്ങേയറ്റം ഭീതിയും ഭയപ്പാടും വിശ്വാസമില്ലായ്മയും ഉണ്ടാക്കുകയും അത് മറ്റൊരു തരത്തിലുള്ള ടെൻഷനും മറ്റു തരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുന്ന അത്യന്തം അപകടകരമായ
ഒരവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വാർത്താ നിർമ്മിതിയും അതിൻ്റെ പ്രചരണവും നടന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമോ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമോ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിട്ടില്ല എന്നതാണ് ഇതിലേറ്റവും അപകടം പിടിച്ച സംഗതി. ഒരു റിപ്പോർട്ടർക്ക് തോന്നുന്നത് എന്തും വാർത്തയാക്കാം എന്ന അവസ്ഥ മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കും. അത്തരം ഒരവസ്ഥ അധികാര കൊതിയന്മാരായ രാഷ്ട്രീയ നേതാക്കൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഉത്തരവാദിത്തരഹിതമായ മാധ്യമപ്രവർത്തനം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ കടക്കൽ തന്നെയാണ് കത്തിവെക്കുന്നത്. പത്ത് കൊല്ലം മേലുള്ള പഴക്കമുള്ള കുളങ്ങളാണ്. ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ അതിൽ കുളിച്ച് വളർന്ന കുളങ്ങളാണ്. ഇതിൻ്റെ ഒരറ്റം വാര്യമ്പറമ്പ് സമുദായവും മറ്റേ അറ്റം വേഴുങ്കര അങ്ങനെ കിടക്കുന്നു. പാലക്കാട്ടെ പേഴിൻകരക്കാർ മനുഷ്യ ഐക്യത്തിൻ്റെ ഒരു മാതൃക തീർത്തിരിക്കുന്നു. ആ കൂട്ടായ്മയെക്കുറിച്ചാണ് ഇനി. മതങ്ങളും മതവിശ്വാസികളും പലപ്പോഴും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് മാറി പരസ്പര വിദ്വേഷത്തിനുള്ള കാരണം മാത്രമാവുന്ന കാലത്ത് വേറിട്ട ഒരു മാതൃക തീർക്കുകയാണ് പാലക്കാട് നഗരത്തിനോട് ചേർന്നുള്ള പേഴിൻകര എന്ന പ്രദേശം. ഒരു നൂറ്റാണ്ടിലധികമായി പേഴിൻകരയിലെ നാട്ടുകാർക്ക് ജീവജലം നൽകിയിരുന്ന പ്രധാന ജലാശയമായ ചിറക്കുളം സംരക്ഷിക്കുന്നതിനു വേണ്ടി പേഴിൻകരയിലെ അമ്പലക്കമ്മിറ്റിയും പള്ളിക്കമ്മിറ്റിയും ഒരുമിച്ച് യോഗം ചേർന്ന് ചിറക്കുളം സംരക്ഷണത്തിനായി ഒരു സംയുക്ത സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. പേഴിൻകര മുനവറുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയും വാര്യംപറമ്പ് മന്തത്ത് ഭഗവതി ക്ഷേത്ര സമിതിയുമാണ് ഒത്തുചേർന്ന് ചിറക്കുളം സംരക്ഷണത്തിനായി സംയുക്ത സമിതി ഉണ്ടാക്കിയത്. 100 കൊല്ലം മേലുള്ള പഴക്കമുള്ള കുളങ്ങളാണ്. ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ അതിൽ കുളിച്ച് വളർന്ന കുളങ്ങളാണ്. ഇപ്പോൾ 10-25 കൊല്ലങ്ങളായി അതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അത് നേരാക്കി എടുക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അമ്പലത്തിൽ തന്നെയായിരുന്നു അതിൻ്റെ കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ പൂർവികരായിട്ട് തന്നെ ഇത് ഒരുപാട് കാലങ്ങൾ മനുഷ്യവാസമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളം ഇപ്പോഴത് നിർജീവാവസ്ഥയിലാണ്. അങ്ങനെ പരിസരവാസികൾ അമ്പലക്കമ്മിറ്റിയും വാര്യംപറമ്പ് അമ്പലക്കമ്മിറ്റിയും പേഴിൻകര മുനവറുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയും കൂടെ ഒരു സംയുക്തമായൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ അടിസ്ഥാനത്തിൽ സജീവമായി കുളം പുനരുദ്ധാരണം നടത്തി കിട്ടുവാൻ വേണ്ട അടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മന്തത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 200 മീറ്ററോളം മാത്രം അകലെയുള്ള ചിറക്കുളം ഒരു കാലത്ത് ജാതി മതഭേദമന്യേ പേഴിൻകരക്കാർക്ക് കുളിക്കാനും കൃഷിക്കും എല്ലാം വെള്ളം നൽകിയിരുന്ന ഒരു ജലാശയമായിരുന്നു. എന്നാൽ 4 നൂറ്റാണ്ടോളമായി അധികൃതരുടെ അനാസ്ഥ മൂലം ചിറക്കുളം നശിച്ചു. ഇപ്പോൾ നാശത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചിറക്കുളത്തെ സംരക്ഷിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ പേഴിൻകരക്കാർ സമീപിക്കാത്ത അധികാരികളും ജനപ്രതിനിധികളുമില്ല. പക്ഷേ ആരും ചെറുവിരൻ അനക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രസമിതിയും പള്ളിക്കമ്മിറ്റിയും ഒത്തുചേർന്ന് ഈ വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. 10-25 വർഷം ആരും കൈയെടുക്കുന്നില്ല. അതിൽ ഏത് ഭരണം വന്നിട്ടും പ്രാരി പഞ്ചായത്തിൽ ആരും വന്നിട്ടും ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഇങ്ങനൊരു കമ്പനി ഞങ്ങൾ അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും കൂടി ചേർന്ന് ഇതിനെ മുന്നോട്ട് നേരാക്കി എടുക്കണം എന്നൊരു തീരുമാനം കൈകൊള്ളുന്നു. കുളം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരുടെയും ഒരു വൈകാരിക വിഷയമാണ്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും വളരെ സഹോദര്യ ബന്ധം പുലർത്തുന്നവരും ഈ കുളം ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. ഇത് ഒരു നൂറ്റാണ്ടിന് മേലെ ചരിത്രമുള്ള കുളമാണ്. ഇതിൻ്റെ ഒരറ്റം വാര്യംപറമ്പ് സമുദായവും മറ്റേ അറ്റം പേഴിൻകര അങ്ങനെ കിടക്കുന്നത്. ഇത് 2 വിഭാഗത്തെ യോജിപ്പിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് നീങ്ങാൻ തീരുമാനിച്ചത്. ആരാധനാലയങ്ങളിൽ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്നതിൽ സമിതികളുടെ ഭാരവാഹികൾക്ക് സംശയമൊന്നുമില്ല. അതിൽ ജാതിമത ഭേദമുണ്ടാകരുത് എന്നും എല്ലാവരും ഒരുമിച്ച് നീങ്ങണമെന്നും പേഴിൻകരക്കാർക്ക് നിർബന്ധമുണ്ട്. കുളത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെ തന്നെ ഈ സമിതികളുടെ ഇടയിൽ സൗഹൃദവേദി അടക്കമുള്ള ഏകോപന സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട്. മതവും വിശ്വാസവുമെല്ലാം മനുഷ്യ നന്മയ്ക്കായിരിക്കണം എന്ന പേഴിൻകരക്കാരുടെ കാഴ്ചപ്പാട് എല്ലാവരിലേക്കും പടർന്നാൽ ഭേദമാകാവുന്നതാണ് നമ്മുടെ സമൂഹത്തിനെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള പല രോഗങ്ങളും. ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.